അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക്, അതായത് സൂറത്തിലേക്ക് പോവുകയാണ്. സൂറത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മളവിടെ നമുക്കൊരു ഹോൾസെയിലായിട്ട് നല്ല ക്ലോത്തൊക്കെ അന്വേഷിച്ച് പോവുകയാണ്. നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട്, അതല്ലാതെ ഫുൾ എന്താണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ചുരിദാറും അതുപോലെ തന്നെ സാരികളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു. നമുക്ക് ഇവിടുന്ന് ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് എറണാകുളത്ത് നിന്ന്. എന്നിട്ട് നമ്മൾ ഭാഗ്യവശാൽ നമ്മൾ സീറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. കാരണം ഇങ്ങനത്തെ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. അതാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറി ഞങ്ങൾ നമ്മൾ ഉച്ചത്തെ ട്രെയിനാണ് പോകുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളൊന്ന് കിടന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേനും എണീറ്റ് ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ക്ലൈമറ്റ്. ഞങ്ങൾ ആദ്യം ആ ഉച്ച സമയത്ത് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. പിന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റപ്പോഴത്തേനും നല്ല ക്ലൈമറ്റായിരുന്നു. കാരണം ഞങ്ങൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എനിക്ക് എക്സ്പെഷ്യലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഒരുപാടുണ്ടാക്കി കുറേ പേർക്ക് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അത് മുൻകൂട്ടി ഞാൻ കുറേ ഉണ്ടാക്കി. കാരണം നമ്മൾ വരാൻ എങ്ങനെ പോയാലും ഒരു 3-4-5 ദിവസമാണല്ലോ. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്താലോ ഹോൾസെയിലായിട്ട്, അതുപോലെ തന്നെ മുൻകൂറായിട്ട് ചോദിച്ചവർക്കൊക്കെ അയച്ചു കൊടുക്കാനും, അതല്ല ആരെങ്കിലുമൊക്കെ ഇനി ചോദിക്കുവാണെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കാനായിട്ടൊക്കെ എല്ലാം നമ്മുടെ കൊറിയറിൻ്റെ ആയിട്ടുള്ള ബോക്സുകൾ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ച് വെച്ച് നമ്മൾ പ്രൊഡക്റ്റും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം എനിക്കുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏതാ സ്ഥലം എന്നൊക്കെ ഞാൻ മറന്നു നമ്മൾ എത്തിയത്. കാരണം ഇത് എടുത്തിട്ട് ഞാൻ കുറേ ദിവസമായി. കാരണം ഞാൻ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ കുറേ വീഡിയോസ് എടുത്തു വിടും. പക്ഷേ അത് വ്ളോഗാക്കി പിന്നെ ഇടാലോ എന്ന് ഓർത്ത് അങ്ങനെ എൻ്റെ ഫോണിൽ നിറയെ വീഡിയോസായി. അപ്പോൾ ഇനി പിന്നെ വീഡിയോ എടുക്കാൻ നേരത്താണ് നമ്മുടെ സ്റ്റോറേജ് ഫുൾ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എന്തായാലും ഞാൻ വീഡിയോ വ്ളോഗാക്കി ഇടാൻ വേണ്ടി എടുത്താണല്ലോ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ ശരി, ഇതൊക്കെ ഓരോന്നും വ്ളോഗാക്കി ഇടാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് അതുപോലെ ഓരോ സ്ഥലത്ത് നമുക്ക് ഓരോ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് അപ്പം നമ്മൾ വ്ളോഗാക്കി ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാം ഓർമ്മയായി. ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. കാരണം അപ്പോൾ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെ ഇവിടേക്ക് എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. അപ്പോൾ നമുക്ക് എൻ്റെ അമ്മയാണെങ്കിൽ നമുക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ലെമൺ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി എടുത്തു, പിന്നെ ചിക്കനൊക്കെ വറുത്തെടുത്തു. കാരണം കറിയാണെങ്കിൽ ചീത്തയായി പോലും വറുത്തെടുത്തു. പിന്നെ തക്കാളി വഴറ്റിയത്. അപ്പോൾ നമുക്ക് ട്രെയിനിലിരുന്ന് അത്യാവശ്യം കഴിക്കാൻ പറ്റിയതായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കയറിയ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ സൂറത്ത് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും നമുക്ക് ചോറ് ചിലപ്പോൾ പുറത്തുനിന്ന് മേടിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ സ്വിഗ്ഗി വല്ല ഓർഡർ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഓർത്തത്. അപ്പോൾ നമുക്ക് ഈ സീറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് പകുതി സമാധാനമായി. കാരണം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, സീറ്റ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ നമുക്ക് സീറ്റ് കിട്ടി. അതാണ് ഏറ്റവും വലിയൊരു സമാധാനം കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് സൂറത്ത് പോയേക്കുന്നത് കാരണം എനിക്ക് അങ്ങനെ പേടിയില്ല. കാരണം ഞങ്ങൾക്ക് പോകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, സ്ഥലം മേടിക്കണം, എവിടെ നിന്നാണ് എങ്ങനെ പോകണത്, എവിടെയാണ് ആ സ്ഥലം, അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ പോകുമ്പോൾ പേടിയില്ല. കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം നമുക്ക് ഏറ്റവും അറിയാം. അപ്പോൾ അത് കാരണം അങ്ങനെ പേടിയില്ല. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം കൂടി പ്രൊഡക്റ്റ് വേണ്ടിയാണ്. അതുമല്ല എനിക്ക് കുറച്ച് വേറെ ഒരാവശ്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളൊരു ചേച്ചിയായിട്ട് കൂട്ടുകൂടി. അപ്പോൾ ആ ചേച്ചിയുടെ നമ്പർ നമ്മുടെ അവിടെ തന്നെയുള്ള മലയാളീസാണ്. ആ ചേച്ചിയുടെ നമ്പർ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ എപ്പോഴും ആ ചേച്ചിനെ വിളിക്കും. പിന്നെ ആ ചേച്ചിക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉറങ്ങി എണീറ്റു. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും അവർ ചായ കൊണ്ട് വന്നു. ചായയൊക്കെ കുടിച്ച് അങ്ങനെ കഴുകിയിരിക്കുമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ സൂറത്ത് പോകുമ്പോൾ മെയിൻ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ സിഗ്നൽ കിട്ടും ഫോണിൽ. വെച്ചാൽ ഗുഹയുണ്ടല്ലോ, ഗുഹയിൽ കൂടെ കയറി എനിക്ക് തോന്നുന്നു ഏകദേശം 40-42 ഗുഹകളുണ്ടെന്ന് തോന്നുന്നു. ഒരു നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ചങ്ങ് മാറിക്കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഗുഹകളാണല്ലോ, തുരങ്കത്തിൽ കൂടെ ട്രെയിൻ പോകുന്നതോറും സിഗ്നൽ പോയിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും വിളിച്ചാലും ഒന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഇരുട്ട് ചിലപ്പോൾ വന്നെ കാണാം കേട്ടോ. അത് ഈ തുരങ്കത്തിൽ കൂടെ പോണ കാരണമാണ്. നമ്മൾ ഈ അഗ്നി ജ്വൽസിൽ നമ്മൾ സെയിൽ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഇങ്ങനത്തെ ഒരു മിറർ കേട്ടോ. ആ മിറർ ഞാൻ സാധാരണ എടുക്കാറില്ല, പക്ഷെ അത് ബാഗിൽ എടുത്തു വെച്ചു. അല്ല, ഐബ്രോയും ജസ്റ്റ് ഫിൽ ചെയ്തു. അതുപോലെ തന്നെ കണ്ണും എഴുതി ലിപ്സ്റ്റിക് ഇടാം. അതിന് മുമ്പ് നമുക്ക് ചായ കുടിക്കാം. ബണ്ണ് തന്നെ, ഗിവ് മീ 1 ബണ്ണ്. ഒരു ബണ്ണ് അസിസ്റ്റൻ്റ് ഉണ്ട് ഇവിടെ. ചായയിൽ ടിപ്പ് ചെയ്തിട്ട്
ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രാത്രിയായിരുന്നു, അതല്ലൊരു മാർച്ച് ഏപ്രിൽ മാസമായിരുന്നു വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഈ രാത്രി മലയുടെ മേലൊക്കെ കത്തണ്ടായിരുന്നു ചെറുതൊക്കെ ആയിട്ട്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഉച്ചത്തെ ട്രെയിനല്ല കയറിയത്. അപ്പോൾ ഈ സ്ഥലം നമ്മൾ വന്നപ്പോഴത്തേനും രാവിലെ ആയിരുന്നു. നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ ദൂരെ ഇങ്ങനെ ഒരു കാടും പ്രദേശമായിരുന്നു. പക്ഷേ വീടുകളൊന്നുമില്ല, കുറേ സ്ഥലം കേട്ടോ. താഴത്ത് കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും നല്ല രസമുണ്ട്, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ചെറിയൊരു മഴക്കാറ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ സ്ഥലം കാണാൻ. കണ്ട തുരങ്കത്തിൽ കൂടെ കയറുക, മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന മഴക്കാറ് വന്ന് അതുപോലെയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ, നല്ല ഭംഗിയായിരുന്നു എല്ലാ സ്ഥലവും കാണാനായിട്ട്. ഞാൻ, അനിയൻ, അമ്മ, അച്ഛൻ്റെ അമ്മായി, ഞങ്ങൾ 4 പേരും കൂടിയാണ് സൂറത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2 പിള്ളേർ എൻ്റെ അനിയത്തിയാണ് നോക്കുന്നത്. അവളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവളെ ഏൽപ്പിച്ചൊന്നുമല്ല, അവളാണ് പറഞ്ഞത് നീ പോക്കോ, എന്തായാലും നീ നേരിട്ട് പോയിട്ട് നടക്കേണ്ട കാര്യമില്ലായിരുന്നു, നീ പൊക്കോ, പിള്ളേർ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിരിക്കണത് കാരണം മാത്രമാണ് ഞാൻ വന്നേക്കുന്നത്. കാരണം എന്നെക്കാളും നല്ലോണം നോക്കിയേക്കുന്നത് എൻ്റെ അനിയത്തിമാരും എൻ്റെ അച്ഛനമ്മയാണ് പിള്ളേരെ നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും അല്ലാതെ അവൾക്കൊരു പൊടിക്കുഞ്ഞുണ്ട്, എന്നാലും കുഴപ്പമില്ല നീ പോയിട്ട് വാന്ന് പറഞ്ഞ് അവൾക്കടെ ഫുൾ സപ്പോർട്ടുകാരൻ മാത്രമാണ് ഞാൻ ശരിയെന്ന് പറഞ്ഞ് പോയേക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗുഹയിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ അമ്മ ഞങ്ങൾ പനവേൽ നമ്മൾ ചോറ് ബുക്ക് ചെയ്ത് വന്നു തന്നെ. പക്ഷേ ഞങ്ങൾ പനവേൽ എത്തി അപ്പോഴാണ് ഓർത്ത് കഴിയുമ്പോൾ ചോറ് ബുക്ക് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്ത് അവിടെ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലുള്ള ഹോട്ടലുണ്ട്, അവിടെ വലിയ കാര്യത്തിന് ചോറ് കിട്ടുമെന്ന് ഓർത്ത് പോണേയാണേ. പക്ഷെ അവിടെ നിന്ന് ചോറ് കിട്ടിയില്ല. എനിക്കാണെങ്കിൽ അമ്മ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ ഒരു മഞ്ഞ ചുരിദാറുണ്ട് അതൊട്ട് അമ്മ. അപ്പോൾ എനിക്ക് പേടി, അമ്മ വിട്ടിട്ട് ട്രെയിൻ എങ്ങാനും പോയാലോ എന്ന് ഓർത്ത് അപ്പം തന്നെ ഞാൻ താഴെ ഇറങ്ങി. കാരണം പനവേൽ കുറച്ച് നേരം ട്രെയിൻ നിർത്തും. അങ്ങനെ ചോറ് പ്രതീക്ഷിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് നമ്മൾ ഇഡ്ഡലിയും അതുപോലെ തന്നെ ഉഴുന്നുവടയാണ് കിട്ടിയത്. ഉഴുന്നുവട എന്ന് പറഞ്ഞാൽ പോലെ വേറൊരു ടേസ്റ്റാണ്. ചമ്മന്തിയൊക്കെ വേറെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ്, മാവ് പോലത്തെ ഈ ചമ്മന്തിക്കായിരുന്നു. ഇഡ്ഡലിയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പ് കാരണം നമ്മൾ എന്തൊക്കെയോ കഴിച്ചു. കാരണം വിശപ്പ് വന്നാൽ നമ്മൾ എന്താ ടേസ്റ്റ് നോക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കഴിച്ചു. അങ്ങനെ നമ്മൾ മുംബൈയിലെത്തി. മുംബൈയിലാണെങ്കിൽ എൻ്റെ ദൈവമേ അവിടുത്തെ ഫ്ലാറ്റുകളാണ്, ജാംബവാൻ്റെ അതിലുള്ള ഫ്ലാറ്റാന്ന് തോന്നുന്നു. അതുപോലത്തെ ഫ്ലാറ്റാണ്. ഇപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര പഴയകാലത്തെ ഫ്ലാറ്റിലൊക്കെ വരെ ആൾക്കാർ ജീവിക്കണം. പിന്നെ അവിടെ കുറച്ച് നേരം നിർത്തി, കാരണം അവിടെ കുറച്ച് പേർക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ അവിടെ കുറച്ച് നിർത്തിയിട്ടു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. ഉണ്ടാവും ഒരു പന്നി പോകുന്നത് കണ്ടോ മക്കളെ, പന്നീനെ കണ്ടോ? വീടുകളൊക്കെ ഇങ്ങനെ തിങ്ങിയാണ് ഇരിക്കണേ കേട്ടാ. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു പേടിയുമാണ് കേട്ടോ. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അവിടെ എത്താറായില്ലോ എന്നുള്ളത്. കാരണം ഇരുന്ന് നടു എനിക്ക് കുറച്ച് നടുവേന ഉള്ളത് കാരണം കടണം ഭയങ്കര നടുവേന എടുക്കണം. ഇവിടുത്തെ സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ, കാണിച്ചു കണ്ടോ, ഭയങ്കര പഴയ ബിൽഡിംഗ് അല്ല. ഞാൻ ഉള്ളിലേക്ക് നല്ല ബിൽഡിംഗ് ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഫുൾ എല്ലാം ഒരു പഴയ ബിൽഡിംഗ് പോലെ ഇരിക്കുന്നത്. നമുക്ക് ഇറങ്ങാൻ അത്യാവശ്യം ആഗ്രഹമായിട്ട് ഇറങ്ങുന്നത്. എൻ്റെ അമ്മ തിട്ടപ്പെടുത്തേക്ക് വരുന്നുണ്ട്. ഇതിനൊക്കെ സൂറത്തെത്തി. അപ്പോൾ നമ്മളിവിടുന്ന് 2 ഓട്ടോയിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്, അങ്ങോട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ റൂം ഇട്ടത് നമുക്ക് ഓൾറെഡി ഇവിടെ മലയാളി ഒരാളെ അറിയാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ചേച്ചിനൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ നല്ല സേഫ് ആയിട്ടുള്ള ഒരു റൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. സേഫ് വെച്ചിട്ട് നമുക്ക് അറിയാം, ആ ചേച്ചീനെ അറിയാം. അപ്പോൾ അവർക്ക് അടുത്ത് ഞാൻ എടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് ചോദിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാം. ഇവിടെ പിന്നെ ഇങ്ങനെ 2 പേരായിട്ടൊക്കെ ഇരിക്കാവുന്നൊരു പ്രശ്നമല്ല കേട്ടോ.
നമ്മുടെ നടുവിലല്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ഭിത്തിയിലും ഓറഞ്ച് കളറുണ്ട്. ഓറഞ്ച് കളർ എന്താണെന്ന് അറിയാമോ? ഇവര് എന്താണ് ഇവിടെ എന്താ പറയുക, ഇവിടെ എല്ലാ കടകളിലും എന്താന്ന് വെച്ചാൽ പാൻ മസാല, അതൊക്കെ പറയാം. പാൻ മസാല കണ്ടോ, ഒന്ന് നോക്കിക്കണ. എല്ലാ കടകളിലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. നിർബന്ധം തോന്നുന്നു, എല്ലാ കടകളും വേണമെന്നുള്ളത് നിർബന്ധം പോലെ തൂക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ബസ്സിനെക്കാളും കൂടുതൽ ഓട്ടോ ആണ് കേട്ടോ. കുറേ റോഡ് നോക്കാൻ അത്രയും ഓട്ടോകളാണ്. ഓട്ടോറിക്ഷാണ് കൂടുതൽ, ബസ്സുകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇവിടെ മെയിനായിട്ട് സംസാരിക്കുന്നത് ഹിന്ദിയും ഗുജറാത്തിയും കൂടെ സംസാരിക്കുന്നത് കേട്ടോ. ഗുജറാത്തി ഒന്നും അറിയത്തില്ല, പക്ഷേ ഹിന്ദി നമ്മൾ പത്താം ക്ലാസ്സിലും അതുപോലെ പ്ലസ് ഡിഗ്രിക്കും കുറച്ച് ഹിന്ദി പഠിച്ചതാണ്. ഡിഗ്രിയും ഹിന്ദി എടുത്തത്, അപ്പോൾ അത് കാരണം കുറച്ച് എനിക്കറിയാം. അങ്ങനെ ഇവിടെ വീഡിയോ എടുക്കുന്ന സ്റ്റൈൽ കണ്ടിട്ടോ. അമ്പലത്തിൽ ഉത്സവം നടക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കൂടിയാണ് പോണത്. അപ്പോൾ അതാണ് ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഒരു പുകമായ ഇത്രയും കുറച്ച് ലഗേജ് കൊണ്ടുള്ളതാണ് നമ്മൾ ഇവിടെ വരെ എത്തിയേക്കണം കേട്ടോ. ഇത്രയും കുറച്ച് ലഗേജേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ഉണ്ടോ ഈ കാണുന്ന ലഗേജുകൾ? ഇത്രയും കുറച്ച് ലഗേജുകൾ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ, കണ്ടില്ലേ? അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ അമ്പലമുണ്ട്. അപ്പോൾ നാളെ അമ്പലത്തിൽ പോകണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു മന്ദിരമാണ്. എന്താ മേനി പറയാ? ഇതെന്താ പറയണേ അമ്മ? ഇതിനെന്താ പറയാ ഈ സ്ഥലത്തിന്? എന്താ പറയുക എന്നുള്ള സ്ഥലത്തിന്? മന്ത്രോ എന്താണ്? മന്ദിരം. ഇതൊരു മന്ദിരമാണ്. മന്ദിരം എന്ന് തന്നെ ഇല്ലേ? അപ്പോൾ ഇന്ന് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ അമ്പലമുണ്ട്. ഈ റൂമെന്ന് വെച്ചാൽ കുറേ പേർക്ക് താമസിക്കാൻ പറ്റില്ലേ, അങ്ങനത്തെ ഒരു റൂമാട്ടോ. കുറേ പേർക്ക് താമസിക്കാൻ പറ്റിയ റൂമാണ്. നല്ല സേഫാണ്, കാരണം സെക്യൂരിറ്റി ഉണ്ട്. അത് തന്നെ അപ്പുറം ഇപ്പുറം കുറേ പോലീസുകാരുണ്ട്. കാരണം ഇത് മന്ദിരമാണല്ലോ, അത് കാരണമാണ് നല്ല സേഫാണ്. ഒന്ന് ചില്ലേ. എ സി ഒക്കെ ഉണ്ട് കേട്ടോ, എ സി ഒക്കെ ഉണ്ട്, കാറ്റുണ്ട്. ബാത്റൂമൊക്കെ നല്ല നല്ല ബാത്റൂമൊക്കെയാണ്. എനിക്ക് എവിടെ പോയാൽ ഞാൻ ഫസ്റ്റ് നോക്കണ ബാത്റൂമാണ്. ബാത്റൂം നോക്കുമ്പോൾ സൂപ്പറാണ്, നല്ല വൃത്തിയുണ്ട്. പിന്നെ ബെഡ്റൂം ആണെങ്കിലും കൊള്ളാം, കാരണം നല്ല വൈറ്റ് കളർ ബെഡ്ഷീറ്റ് വിരിച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പൊടി ഉണ്ട് തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കണ്ടോ, നല്ല കണ്ടില്ലേ? അപ്പോൾ നല്ല വൃത്തിയൊക്കെ ഉണ്ട്, കാരണം വൈറ്റ് ഏതാണെന്ന് വെച്ചാൽ കണ്ട് പെട്ടെന്ന് അറിയില്ല, അതാണ് നല്ല വൃത്തിയുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. കുളിച്ചിട്ട് പോകണമെന്നാണ് കരുത്, പക്ഷേ വിശപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്തായാലും കുളിക്കണക്കാലം മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് എന്താണ് കുളിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വരയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ ഞാനൊരു ബണ്ണ് കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് എടുത്തിട്ട് അത് ചീത്തയായി തുടങ്ങി. ലെമൺ റൈസാണ് കൊണ്ടുവന്നത്, അപ്പോൾ അത് ചീത്തയായി തുടങ്ങി. അയ്യപ്പ. അപ്പോൾ ഉച്ചത്തെ ചോറ് എനിക്ക് അതെന്തോ ഇഷ്ടപ്പെട്ടില്ല. ഉച്ചത്തെ ചോറ് ലെമൺ റൈസ് കൊടുത്തിട്ട് അതെന്തോ എനിക്കത് വേറൊരു ചോറാന്ന് പറഞ്ഞാൽ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാൻ ഇറങ്ങിയെടുത്ത് അവിടെ ചോറില്ല. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യാൻ, അപ്പോൾ ഈ ചോറുള്ളത് നമ്മൾ ബുക്ക് ചെയ്തില്ല. അപ്പോൾ ചോറ് മേടിക്കാൻ അവിടെ ചോറുണ്ടായിരുന്നില്ല. പിന്നെ വട ഇഡ്ഡലി അങ്ങനെ അത് കഴിച്ച് എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എനിക്കിപ്പോൾ നല്ല വിശപ്പെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് കാണാം.